ദൈവമക്കളുടെ 3 ഭാഗ്യാവസ്ഥ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സങ്കീർത്തനങ്ങളിൽ ആകമാനം പഠിച്ചാൽ ഒരു 12 ഭാഗ്യാവസ്ഥയെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. എങ്കിലും ഇതിനകത്തെ 3 ഭാഗ്യാവസ്ഥയിൽ ഇവരോടുള്ള ബന്ധത്തിലെ 3 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. അതിൻ്റെ ഞങ്ങളുടെ ബ്ലസ്സഡ്നെസ്സിന് അവർ പറയുന്ന കാര്യം, നിന്റെ ആലയത്തിൽ വസിക്കുക. ഇനി ഇവിടം വിട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? പുറത്തിറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇനി ഇവർക്ക് ഇവിടെ ലൈഫുള്ളൂ. പുറത്തിറങ്ങിയാൽ ദൈവിക ന്യായവിധി അവിടെ മേൽ വരും. പക്ഷെ അവർ അവിടെ ഇനി ജീവിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അവർ ലേവി ഗോത്രത്തിൽ പെട്ടതുകൊണ്ട് അവർക്ക് പ്രിവിലേജ്. അപ്പോൾ തന്നെ അവര് ഈ യാഗപീഠത്തെ പിടിച്ചത് കൊണ്ട് ഇനി ഇവിടുന്ന് ഓടാനും പറ്റത്തില്ല. അടുത്തത് അവര് തീരുമാനിച്ചു, ഇനി ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഈ ആലയത്തിലേ ഉള്ളൂ. അവർക്ക് എന്തറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ പിൽക്കാലത്ത് ദൈവം അവർക്ക് കൊടുത്ത കഴിവാണ് സംഗീതം, പാടാനുള്ള കഴിവ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ള കഴിവ് അവർക്ക് ദൈവം അങ്ങോട്ട് കൊടുത്തു, ചൊരിഞ്ഞു കൊടുത്തു. അതാണ് ഈ കോരഹിന്റെ പിന്നീട് തലമുറയിലേക്ക് വന്ന യഥുദാൻ. നമുക്കറിയാം, ഓരോ ആളുകളുണ്ട്, ജനറേഷൻസ് ഉണ്ട്. ഇവരൊക്കെ വലിയ 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 സംഗീതജ്ഞന്മാരായതിന്റെ കാരണം they got the opportunity because of their interest and desire. What was their desire? I want to dwell in the house of God. ആലയത്തിൽ വസിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് സഹോദരങ്ങളെ? അവർ ദൈവാലയത്തിൽ വസിക്കാൻ, ദൈവാലയ കർമ്മങ്ങളിൽ പങ്കാളിയാകാൻ, ദൈവാലയ ശുശ്രൂഷകൾ സഹായിപ്പാൻ, ദൈവാലയ ശുശ്രൂഷയുടെ ഭാഗമാകാൻ നിന്റെ തലമുറ തലമുറ തലമുറയായി അതൊരു വലിയ ഭാഗ്യാവസ്ഥയായി എന്റെ ദൈവം കാണുകയാണ്. ദൈവത്തിന്റെ നിയമനം അതിനായി വരികയാണ്. ആലയം സംബന്ധിച്ചുള്ള ഏത് കാര്യത്തിന് ഏത് കുടുംബം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടോ അവരെ തമ്പുരാൻ അവർക്കൊരു ബ്ലസ്സഡ്നെസ് കൊടുക്കുക.